വെൽക്കം ടു ആക്ഷൻ ലിറ്ററേച്ചർ. 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് വേണ്ട പോർഷൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, എല്ലാം മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു, ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി എക്സാംസ് വളരെ അടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു ഓണം എക്സാം സ്പെഷ്യൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി ഈ ആഴ്ച നമ്മൾ ഇടാൻ പോകുന്ന എല്ലാ വീഡിയോസും എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഓരോ ടോപ്പിക്കും ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിലെ തന്നെ വളരെ മെയിനായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ. നമുക്കറിയാം, നമ്മുടെ യൂണിറ്റിലെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനും ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ തന്നെയാണ്. അതുകൊണ്ട് എക്സാമിന് തീർച്ചയായും നമുക്കിത് പ്രതീക്ഷിക്കാം കേട്ടോ. എന്നാൽ വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് ന്യൂസ് റിപ്പോർട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ന്യൂസ് റിപ്പോർട്ട് എങ്ങനെയാണ് കറക്റ്റ് ഫോർമാറ്റിൽ എഴുതുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫോർമാറ്റ് നമ്മൾ പഠിക്കും, അത് വെച്ച് നമ്മൾ 2-3 എക്സാമ്പിളും ചെയ്യും. അതോടെ ഏത് ന്യൂസ് റിപ്പോർട്ട് എങ്ങനെ വന്നാലും നിങ്ങൾക്ക് എഴുതി ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിൽ ഓർക്കണേ, ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ഒരു ഹെഡ്ലൈൻ ആണ്. ഹെഡ്ലൈൻ നിങ്ങൾ എഴുതാതെ ന്യൂസ് റിപ്പോർട്ട് നിങ്ങൾ എന്തൊക്കെ എഴുതിയാലും നിങ്ങൾക്ക് ഒരിക്കലും ഫുൾ മാർക്ക് കിട്ടാൻ പോകുന്നില്ല. ഹെഡ്ലൈൻ ആണ് മെയിനായ സാധനം. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് ഹെഡ്ലൈൻ എഴുതുക. ഒരു 3-4 ലൈനിൽ ഒരിക്കലും ഹെഡ്ലൈൻ എഴുതരുത്. ഷോർട്ട് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ക്യാച്ചി ആയിരിക്കണം. കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് അതൊന്ന് വായിക്കാൻ തോന്നുന്ന രീതിയിൽ വേണം അത് എഴുതാനായിട്ട്. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടി ഒന്ന് സംഗ്രഹിച്ച് വേണം ആ ഒരു ടൈറ്റിൽ എഴുതാൻ വേണ്ടി. ആ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സബ്ജക്റ്റ് നമുക്ക് മനസ്സിലാകണം. അത് എഴുതുമ്പോൾ നിങ്ങൾ ടൈറ്റിൽ കേസിൽ എഴുതണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുക്കാം. ഓൾഡ് മാൻ വിത്ത് വിങ്സ് ഫൗണ്ട് ഇൻ വില്ലേജ്. ഇതാണ് ടൈറ്റിൽ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ ഓരോ ഇമ്പോർട്ടൻ്റ് ആയ വാക്കുകളും ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. നമ്മൾ പൊതുവെ ഹെഡ്ലൈനും ടൈറ്റിലും ഒക്കെ എഴുതുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ എഴുതുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം. അതിനുശേഷം തൊട്ടടിയിൽ ഹെഡ്ലൈൻ കഴിഞ്ഞ പാട് അടുത്ത് എഴുതേണ്ടത് ബൈ ലൈനാണ്. ബൈ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ആരാണോ എഴുതുന്നത് അയാളുടെ പേര് എഴുതേണ്ടത്. പക്ഷെ പൊതുവെ നമ്മൾ എക്സാമിന് റിപ്പോർട്ടറിൻ്റെ പേര് എഴുതാറില്ല. നമ്മൾ എന്ത് എഴുതണം, സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് എഴുതിയാൽ മതി. ബൈ ലൈൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ് എഴുതണം, പ്ലേസ് എഴുതണം. അതിനുശേഷം നിങ്ങൾ എഴുതേണ്ടത് ലീഡാണ്, അഥവാ ഓപ്പണിംഗ് പാരഗ്രാഫ്. ഓപ്പണിംഗ് പാരഗ്രാഫിൽ ഒരു 3-4 ലൈൻ എഴുതിയാൽ മതി. ആ ഒരു പാരഗ്രാഫിൽ ആ 4 ലൈനിൽ നമ്മൾ മെയിനായി എഴുതേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഹൂ ആരെക്കുറിച്ച് ഇത് പറയുന്നത്, വാട്ട് എന്താണ് സംഭവിച്ചത്, വെൻ എപ്പോഴാണ് സംഭവിച്ചത്, വെയർ എവിടെ വെച്ചാൽ സംഭവിച്ചത്, വൈ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, അതിനെക്കുറിച്ച് നമുക്ക് അറിയാമെങ്കിൽ മാത്രം അതും നമുക്ക് എഴുതാം. കറക്റ്റായ ഇൻഫർമേഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. അതിനുശേഷം വരുന്ന പാരഗ്രാഫ്, 2ാമത്തെ പാരഗ്രാഫാണ് ബോഡി. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. പക്ഷെ ശ്രദ്ധിക്കണം, സിമ്പിളായിട്ട് തന്നെ എഴുതണം. വലിയ കോംപ്ലക്സ് വാക്കുകളൊന്നും വേണ്ട, സിമ്പിളായിട്ട് എഴുതിയാൽ മതി. പിന്നെ ഒരു ലോജിക്കൽ ഓർഡർ ഉണ്ടായിരിക്കണം. അത് നടന്ന അതേ ക്രമത്തിൽ വേണം എഴുതാൻ കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ റിപ്പോർട്ടിൽ നമ്മൾ ഈ ബോഡി എഴുതുന്ന സമയത്ത് അല്ലേ ഡീറ്റെയിൽസ് ആണ് എഴുതുന്നത്, അത് പാസ്റ്റ് ടെൻസിലായിരിക്കണം. സംഭവിച്ചു കഴിഞ്ഞു, ഓൾറെഡി കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചല്ലേ നമ്മൾ ന്യൂസ് റിപ്പോർട്ട് എഴുതുക. അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആയിരിക്കണം, പാസ്റ്റിലേ എഴുതാവുള്ളൂ. പിന്നെ പേഴ്സണലായ ഒരു ഒപ്പീനിയനും അതിൽ എഴുതരുത്. നിങ്ങളുടെ വ്യക്തിപരമായ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്, അങ്ങനത്തെ യാതൊരു സ്റ്റേറ്റ്മെൻറ്റ്സും വരാൻ പാടില്ല. ന്യൂസ് റിപ്പോർട്ടാണ്, ഫാക്റ്റായ കാര്യങ്ങൾ മാത്രം, റിയൽ ആയ കാര്യങ്ങൾ മാത്രമേ എഴുതാവുള്ളൂ. നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ഒരു കാരണവശാലും അതിൽ ഇൻക്ലൂഡ് ചെയ്യരുത്. വേറൊരു കാര്യം കൂടി, ലാംഗ്വേജ് ഫോർമൽ ആയിരിക്കണം. നമ്മൾ പത്രത്തിലാണ് എഴുതുന്നത്, അല്ലാതെ ഒരു ഫ്രണ്ടിന് നമ്മൾ മെസ്സേജ് അയക്കുന്ന രീതി പോലെ അതിൽ എഴുതരുത്. ഫോർമലായിട്ട് വേണം എഴുതാൻ. പിന്നെ ഇമോഷണൽ ലാംഗ്വേജ് ഒന്നും അതിൽ ഉപയോഗിക്കരുത്. നിങ്ങളുടെ വൈകാരികമായ കാര്യങ്ങളൊന്നും അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ഫാക്റ്റ് മാത്രമേ, യഥാർത്ഥമായി സംഭവിച്ച കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്താവൂ. അങ്ങനെ നമുക്ക് ലാസ്റ്റ് കൺക്ലൂഷൻ എഴുതാം. കൺക്ലൂഷനിൽ ഇപ്പോൾ ഇതാണ് അവസ്ഥ, അടുത്ത ഒരു സ്റ്റെപ്പ് ഇതായിരിക്കും എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ആ കൺക്ലൂഷൻ കൊടുത്ത് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ വന്നിരിക്കുന്നത് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന ചാപ്റ്ററിലാണ്. അപ്പോൾ അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വരുന്നത് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്ത് സ്ഥലം എഴുതുന്ന സമയത്ത് ഈ സ്റ്റോറിയുടെ സെറ്റപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം എഴുതണം. ഇപ്പോൾ ഇവിടെ ഒരു കടലും ഒക്കെയായി ബന്ധപ്പെട്ടതാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു വില്ലേജിൻ്റെ പേരൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഒരു വില്ലേജിൻ്റെ പേര് എഴുതാം. ഒരു സീസൈഡ് വില്ലേജ് എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതാം. അല്ലാതെ ആ ഒരു സ്റ്റോറിയുമായി ഒരു ബന്ധമില്ലാത്ത സ്ഥലങ്ങൾ എഴുതരുത്. അതിപ്പോൾ ഏത് ചാപ്റ്ററിൽ നിന്നാണെങ്കിലും. ആ ചാപ്റ്റർ നിങ്ങൾക്കറിയാം, അതിലെ സ്റ്റോറി നിങ്ങൾക്കറിയാലോ. അപ്പോൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്ലേസ് വേണം കേട്ടോ കൊടുക്കാൻ. അതാണ് മെയിനായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും, ടിപ്സും ട്രിക്സും ഒക്കെ. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് എഴുതി കാണാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമാവും. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. യു ആർ എ റിപ്പോർട്ടർ ഫോർ ദ കോസ്റ്റൽ ടൈംസ്. കോസ്റ്റൽ ടൈംസ് എന്ന് പറയുന്ന പത്രത്തിൻ്റെ ഒരു റിപ്പോർട്ടറാണ് നിങ്ങളെന്ന് വിചാരിക്കുക. റൈറ്റ് എ ന്യൂസ് റിപ്പോർട്ട് അബൌട്ട് the discovery of an old man with enormous wings in Pelayo's courtyard after heavy rain. വളരെ ശക്തമായൊരു മഴയ്ക്ക് ശേഷം ഈ പെലായോയുടെ കോർട്ട്യാർഡിൽ ഒരു ഓൾഡ് മാൻ,
അതും ചിറകുകളുള്ള ഒരു ഓൾഡ് മാനെ കണ്ടെത്തിയിരിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങളോട് ഒരു റിപ്പോർട്ട് എഴുതാനാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ആദ്യം എന്ത് വെച്ച് തുടങ്ങണം? ഹെഡ്ലൈൻ ഉണ്ടായിരിക്കണം. ഹെഡ്ലൈൻ എഴുതുക. സ്ട്രേഞ്ച് വിങ്ഡ് മാൻ ഫൗണ്ട് ഇൻ വില്ലേജ്. ഗ്രാമത്തിൽ വളരെ സ്ട്രേഞ്ചായ ചിറകുകളുള്ള ഒരു മനുഷ്യനെ കണ്ടെത്തിയിരിക്കുന്നു. അവിടെ ടൈറ്റിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് കാണാം പ്രധാനപ്പെട്ട വാക്കുകളെല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് ആരംഭിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ ഉടനെ എന്ത് എഴുതണം എന്ന് ഞാൻ പറഞ്ഞേ? ബൈലൈൻ, സ്റ്റാഫ് റിപ്പോർട്ടർ. ബൈലൈൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ് എഴുതണം, പ്ലേസ് എഴുതണം. A man named Pelayo discovered an old man with enormous wings lying in his courtyard yesterday after several days of heavy rain. കുറച്ച് ദിവസത്തെ ശക്തമായ മഴയ്ക്ക് ശേഷം പെലായോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കോർട്ട്യാർഡിൽ ചിറകുകളുള്ള ഒരു പ്രായമായ മനുഷ്യനെ കണ്ടെത്തി. Pelayo was clearing the courtyard of crabs when he noticed the strange figure. ഇങ്ങനെ ഒരു സ്ട്രേഞ്ച് ആയ മനുഷ്യനെ കാണുന്ന സമയത്ത് പെലായോ ഇങ്ങനെ തൻ്റെ കോർട്ട്യാർഡ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ശക്തമായ മഴ കാരണം തന്നെ ഒത്തിരി ഞണ്ടുകളൊക്കെ അവരുടെ കോർട്ട്യാർഡിൽ ഇങ്ങനെ നിറഞ്ഞിരുന്നു. ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ കണ്ടത്. അപ്പോൾ ഇതാണ് ലീഡ്. ഇതിൽ നമുക്ക് ആര്, ഹൂ, വാട്ട്, എന്താണ് സംഭവം, എപ്പോഴാണ് സംഭവം, എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയത് അല്ലേ. അടുത്ത നമുക്ക് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ദ മാൻ അപ്പിയർഡ് വീക്ക്, സോക്ഡ് ആൻഡ് കവേർഡ് ഇൻ ഡേർട്ട്. ഇനി നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുക. എങ്ങനെയാണ് ആ വന്ന മനുഷ്യൻ എങ്ങനെയുള്ളതാണ്? വളരെ തളർന്നിട്ടാണുള്ളത്, ചെളി നിറഞ്ഞിട്ടാണ് ഉള്ളത്. ഹിസ് ലാർജ് വിങ്സ് വർ ദ മോസ്റ്റ് സ്ട്രൈക്കിംഗ് ഫീച്ചർ. അയാളുടെ ആ വലിയ ചിറകുകളാണ് എല്ലാവരും ആകർഷിക്കുന്ന ഒരു മെയിനായ കാര്യമെന്ന് പറയുന്നത്. News of the discovery spread quickly and many villagers came to see the unusual sight. ഈ ഒരു വാർത്ത എങ്ങും വേഗം തന്നെ പടരുകയും ഒരുപാട് വില്ലേജേഴ്സ് ഇദ്ദേഹത്തെ കാണാനായിട്ട് ഇവിടെ എത്തുകയും ചെയ്തു. ശ്രദ്ധിക്കണം, കെയിം എല്ലാം പാസ്റ്റ് ടെൻസിൽ എഴുതിയേക്കുന്നത് കേട്ടോ. എല്ലാ വാക്കുകളും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം പാസ്റ്റ് ടെൻസിലാണ് എഴുതിയേക്കുന്നത്. പീപ്പിൾ ഫ്രം നെയ്ബറിംഗ് ഏരിയാസ് ഓൾസോ അറൈവ്ഡ്, ഡ്രോൺ ബൈ സ്റ്റോറീസ് അബൌട്ട് മിസ്റ്റീരിയസ് വിസിറ്റേഴ്സ്. എന്തിന് ഈ വില്ലേജ് മാത്രമല്ല അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ കാണാനായിട്ട് എത്തുന്നുണ്ട്. നോ വൺ ഇൻ ദ വില്ലേജ് ഹാസ് ബീൻ ഏബിൾ ടു എക്സ്പ്ലെയിൻ വെയർ ഹി കെയിം ഫ്രം. എന്നാൽ എവിടെ നിന്നാണ് ഇയാൾ വന്നത് എന്നൊരു രീതിയിൽ ആർക്കും ഒന്ന് തർപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു കറണ്ടായ സംഭവം. ഇപ്പം അതാണ് നടക്കുന്നത്. ആർക്കും ഒരു എത്തുംപിടിയും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ കൺക്ലൂഷനിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് എഴുതിയേക്കുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. യു ആർ എ റിപ്പോർട്ടർ ഫ്രം ദ മോർണിംഗ് ഹെറാൾഡ്. മോർണിംഗ് ഹെറാൾഡ് എന്ന് പറയുന്ന ഒരു പത്രമാണ്. ആ പത്രത്തിൻ്റെ ഒരു റിപ്പോർട്ടറാണ് നിങ്ങളെന്ന് വിചാരിച്ചേ. റൈറ്റ് എ ന്യൂസ് റിപ്പോർട്ട് ഡിസ്ക്രൈബിങ് ഹൗ ദ വില്ലേജ് റിയാക്റ്റഡ് ആഫ്റ്റർ ദ അപ്പിയറൻസ് ഓഫ് ദ വിങ്ഡ് മാൻ. ഇങ്ങനെ ചിറകുകളുള്ള ഒരു മനുഷ്യൻ വന്നപ്പോൾ ഒരു വില്ലേജ് എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്, അതിനെക്കുറിച്ചൊരു ന്യൂസ് റിപ്പോർട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതണം? ഹെഡ്ലൈൻ വേണം. എന്തായാലും ഹെഡ്ലൈൻ വെച്ച് തുടങ്ങണം. വില്ലേജ് സ്റ്റണ്ട് ആസ് വിങ്ഡ് സ്ട്രേഞ്ചർ അപ്പിയേഴ്സ്. ഒരു സ്ട്രേഞ്ചർ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഒരു വില്ലേജ് മുഴുവൻ നടുങ്ങിയിരിക്കുന്നു. മെയിനായ വാക്കുകൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ. ബൈ ലൈൻ എന്താ എഴുതണ്ടേ? ബൈ സ്റ്റാഫ് റിപ്പോർട്ടർ. ഡേറ്റ് എഴുതുക August 6, 2025. പ്ലേസ് എന്തെങ്കിലും കോസ്റ്റൽ വില്ലേജ് എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലേസ് എഴുതിക്കും. അതിനുശേഷം നമ്മൾ തുടങ്ങുവാണ്. ലീഡ് എഴുതുക. ഫാക്ട്, ഹൂ, വാട്ട്, വെൻ, ഹൗ, വൈ എല്ലാം ഇതിലാണ് വരേണ്ടത്. The sudden arrival of an old man with enormous wings has left residents puzzled. ആളുകളെല്ലാം ഇങ്ങനെ പസിൽ അല്ലേ, വണ്ടടിച്ചിരിക്കുക അവിടുത്തെ താമസക്കാർ. റെസിഡൻസ് എന്തുകൊണ്ടാ? പെട്ടെന്ന് ഒരു ഓൾഡ് മാൻ, പ്രായമുള്ളൊരു മനുഷ്യൻ, അതും എങ്ങനെയുള്ള മനുഷ്യനാ? വലിയ ചിറകുകളുള്ള ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ. The stranger was found in Pelayo's courtyard following heavy rains. വലിയ മഴയ്ക്ക് ശേഷം പെലായോ എന്ന് പറയുന്ന ആളുടെ കോർട്ട്യാർഡിലാണ് ഇയാളത് കണ്ടെത്തിയത്. And villagers who first saw him described him as weak with large damaged wings. ഇദ്ദേഹത്തെ ആദ്യം കണ്ട വില്ലേജസ് പറയുന്നത് അയാൾ വളരെ വീക്കായിരുന്നുവെന്നും അയാളുടെ ചിറകുകൾ തകർക്കപ്പെട്ട നിലയിലായിരുന്നു എന്നുമാണ്. ക്യൂരിയോസിറ്റി ഹാസ് സ്പ്രെഡ് ത്രൂ ദ വില്ലേജ്. വില്ലേജിൽ ആകെ ആകാംക്ഷ പടർന്നിട്ടുണ്ട്. സം റെസിഡൻസ് സ്പോക്ക് ക്വൈറ്റ്ലി അബൌട്ട് വാട്ട് ഹി മൈറ്റ് ബി വൈൽ അതേഴ്സ് സിംപ്ലി ഒബ്സർവ്ഡ് ഇൻ സൈലൻസ്. ചില ആളുകൾ ഇയാൾ എന്തായിരിക്കും, എവിടെ നിന്ന് വന്നതായിരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ പല കമൻറ്റുകൾ പറഞ്ഞു. എന്നാൽ മറ്റു ചിലർ ഇയാളെ നിശബ്ദമായിട്ട് ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്തത്. മോർ പീപ്പിൾ ഫ്രം നിയർ ബൈ പ്ലേസസ് ഹാവ് കം ടു ലുക്ക് അറ്റ് എ മിസ്റ്റീരിയസ് ഫിഗർ. അടുത്തുള്ള നാടുകളിൽ നിന്നൊക്കെ ആളുകൾ ഇയാളെ കാണാനായിട്ട് എത്തുന്നുണ്ട്. സോ ഫാർ ദർ ഹാസ് ബീൻ നോ ക്ലിയർ എക്സ്പ്ലനേഷൻ ഫോർ ഹിസ് പ്രസൻസ്. എന്തുകൊണ്ട് ഇദ്ദേഹം ഇവിടെ വന്നു അല്ലെങ്കിൽ ഇദ്ദേഹം ആരാണ് എന്നതിനെക്കുറിച്ചൊന്നും ഇതുവരെയും യാതൊരു ക്ലിയർ ആയ എക്സ്പ്ലനേഷനും ലഭിച്ചിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ കറൻ്റായ ഒരു കാര്യം. ലാസ്റ്റ് നമ്മുടെ റിപ്പോർട്ടർക്ക് കിട്ടുന്ന ആ ഒരു ഇൻഫർമേഷൻ, അതാണ് അവസാനം കൺക്ലൂഷനിൽ കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാണ്. ഹെഡ്ലൈൻ, ബൈലൈൻ, ഡേറ്റ്, പ്ലേസ്, പിന്നെ ലീഡ് ആദ്യത്തെ പാരഗ്രാഫ്, പിന്നെ ബോഡി, അവസാനം ഇപ്പോൾ എന്താണോ സ്ഥിതി അല്ലെങ്കിൽ അടുത്തത് എന്താണോ നടക്കാൻ പോകുന്നത് എന്ന് എഴുതുക കൺക്ലൂഷനിൽ.
ഇനിയിപ്പോൾ ഏത് ന്യൂസ് റിപ്പോർട്ട് കിട്ടിയാലും എഴുതുമെന്ന് വിചാരിക്കുന്നു. കൂടാതെ മറ്റുള്ള ഞാൻ പറഞ്ഞ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെയും കൂടി നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂസ് റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടും. അപ്പോൾ ഓണം എക്സാം സീരീസ് 2 വീണ്ടും കാണാം അടുത്ത ടോപ്പിക്കുമായിട്ട്.